പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ജൂൺ മാസത്തെ നമ്മുടെ കേരള PSCയുടെ എക്സാം കലണ്ടർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഏവരും കാത്തിരുന്ന പ്ലാനിംഗ് ബോർഡിലേക്കുള്ള റിസർച്ച് അസിസ്റ്റന്റ് എക്സാം തീയതി ജൂൺ 26 PSC പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കലണ്ടർ പ്രകാരം നമുക്ക് അറിയാൻ കഴിയുന്നത്. സോ നമ്മുടെ കയ്യിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഏകദേശം പറഞ്ഞാൽ 60 ദിവസം കൊണ്ട് റിസർച്ച് അസിസ്റ്റന്റ് നമുക്കൊരു ലൈവ് ക്ലാസ്സിലൂടെയും മെന്റർഷിപ്പ് സഹായത്തോടെയും പഠിച്ചെടുക്കാൻ കഴിയും. അതിന് സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തിക നമുക്ക് സ്വന്തമാക്കാനും കഴിയും. സോ എൻട്രി നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു. റിസർച്ച് അസിസ്റ്റന്റ് മെന്റർഷിപ്പ് ഗോൾഡ് ബാച്ച് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. 60 ഡേയ്സ് കൊണ്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയാണ് ഈ കോഴ്സ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി സ്ക്രോൾ ചെയ്ത് പോകുന്ന ഫോൺ നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പം ഈ ഒരു കോഴ്സിന്റെ സ്ട്രക്ചർ പറഞ്ഞതിന് ശേഷം നമുക്ക് എക്കണോമിക്സിന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ട് കാവ്യ മിസ്സും ഈ വീഡിയോയിൽ തന്നെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഴ്സിന്റെ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കോഴ്സിൻ്റെ ഫീച്ചേഴ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്കിനി കുറച്ച് ദിവസങ്ങളുള്ളൂ, 2 മാസമാണ് നമ്മുടെ മുന്നിലുള്ളത്. 60 ദിവസം കൊണ്ട് നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ആകുന്ന രീതിയിലാണ് ഈ കോഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഈ 60 ദിവസം സിലബസ് ഫുൾ ബേസ് ചെയ്തുകൊണ്ട് സ്റ്റഡി ടൈം ടേബിൾ പ്രകാരമാണ് നിങ്ങൾക്ക് ഓരോ ദിവസവും കോഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ഓർഡറിൽ തന്നെ ഇത് പഠിച്ചു പോകാൻ കഴിയുന്ന രീതിയിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ മെൻറ്റർഷിപ്പ് സപ്പോർട്ടുള്ള ഒരു ഗോൾഡ് ബാച്ച് ആണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഡൗട്ട് സ്വാഭാവികമായിട്ടുണ്ടാകും. ഈ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി മെൻറ്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ ഒരാഴ്ച നമ്മൾ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ വിശദമായിട്ട് അവലോകനം ചെയ്യുന്നതിന് വേണ്ടി വീക്കെൻഡ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസുമായിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരും എത്തുന്നുണ്ട്. ലൈവ് സെഷൻസ് ആണ്. ലൈവ് ക്ലാസ്സുകളുമായിട്ട് നിങ്ങളുടെ അധ്യാപകരും വീക്കെൻഡ് എത്തുന്നുണ്ട്. ഒപ്പം നമ്മൾ ഓരോ ക്ലാസ് കണ്ടുപോകുമ്പോൾ നമ്മുടെ എൻട്രി കോഴ്സിൽ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ റെക്കോർഡ് ക്ലാസ് ഓരോ മൊഡ്യൂളും നിങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കും കാണുമ്പോൾ, ഓരോ ക്ലാസ്സും കാണുമ്പോൾ അതിനോടൊപ്പം തന്നെ PDF നോട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കുവാൻ കഴിയുന്നതാണ്. ഒപ്പം തന്നെ എക്സാം സീരീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു PSC എക്സാം ആകുമ്പോൾ നെഗറ്റീവ് മാർക്ക് ഒക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് മാക്സിമം നിങ്ങളെ കൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം എൻട്രിക്കുണ്ട്. സബ്ജക്റ്റ് വൈസ് മോക്ക് എക്സാംസ്, നിങ്ങൾക്കറിയാം റിസർച്ച് അസിസ്റ്റന്റ് സിലബസ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ സിലബസ് മാറിയതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി ഇവിടെ നമ്മൾ കൊടുത്തിരിക്കാം. അപ്പം സബ്ജക്റ്റ് വൈസ് മോക്ക് എക്സാംസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോഡൽ എക്സാം, ലൈവ് എക്സാംസും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സബ്ജക്റ്റ് വൈസ് മോക്ക് എക്സാംസ് ഓരോ സബ്ജക്റ്റ് വൈസ് സ്റ്റാറ്റ്, മാത്സ് ഇങ്ങനെ കടന്നു പോകുന്നു, എക്കണോമിക്സ്. അപ്പോൾ ഈ ഓരോ സബ്ജക്റ്റിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാം സീരീസാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. മോഡൽ എക്സാംസ്, മാക്സിമം മോഡൽ എക്സാം നിങ്ങളെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിക്കുക, നെഗറ്റീവ് മാർക്ക് ഓവർകം ചെയ്യിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം എൻട്രിക്കുണ്ട്. അപ്പോൾ മോഡൽ എക്സാം, ലൈവ് എക്സാം, 24 hours ആക്റ്റീവായിട്ട് ആപ്പിൽ നിൽക്കുന്ന ലൈവ് എക്സാംസ്, ഇതൊക്കെ തന്നെ എൻട്രി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ 20 days റിവിഷൻ ചാലഞ്ച്. നമ്മുടെ എക്സാം എത്തുന്നതിന് മുമ്പായിട്ട് 20 ദിവസത്തെ എക്സാം ഓറിയൻറ്റഡ് ആയ ഒരു ക്ലാസ്സിൻ്റെ പാക്ക് കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. 20 days റിവിഷൻ ചാലഞ്ച് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഒപ്പം ബാക്കി ലൈവ് ക്ലാസ്സുകൾ ഗോൾഡാണ്. ഇപ്പോൾ ഗോൾഡ് കോഴ്സാണ് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒപ്പം തന്നെ അധ്യാപകരുടെ ലൈവ് ക്ലാസ്സുകളുമായിട്ടും അധ്യാപകർ നിങ്ങളോടൊപ്പം എത്തുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന നമ്മുടെ ഫാക്കൽറ്റീസിനെ കുറിച്ചാണ്. എക്കണോമിക്സ് നമുക്ക് എടുക്കുന്ന കാവ്യ മിസ്, സുമയ മിസ്സും, കൊമേഴ്സ് ഹരിത മിസ്, ബിമൽ സാർ, മേഘ മിസ്സും, സ്റ്റാറ്റിസ്റ്റിക്സ് മെബിൻ സാറുണ്ട്. അതുപോലെ മാത്തമെറ്റിക്സ് അനീസ മിസ്സും സാന്താ സാറുമാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റി പൂൾസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഫാക്കൽറ്റീസാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതും ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതും. അപ്പോൾ വളരെ ഗോൾഡ് ബാച്ചിനെ സംബന്ധിച്ചിടത്തോളം ലിമിറ്റഡ് സീറ്റാണുള്ളത്. മാക്സിമം എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതല്ല നോർമൽ ബാച്ച് ആണെങ്കിൽ നോർമൽ ബാച്ച് അവൈലബിൾ ആണ്. അവിടെ റെക്കോർഡ് ക്ലാസ്സിനായിരിക്കും കൂടുതൽ പ്രാധാന്യം വരുന്നത്. ഒരു വീക്കെൻഡ് ലൈവ് സെഷൻ മാത്രമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. ഗോൾഡ് ആകുമ്പോൾ മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ലൈവ് ക്ലാസ്സുകളുമായിട്ട് അധ്യാപകരും നിങ്ങൾക്ക് സംവദിക്കുക, അധ്യാപകരുമായിട്ടൊക്കെ ഡൗട്ട് ചോദിച്ച് മുന്നോട്ട് പഠിക്കാം. വളരെ കുറച്ച് ദിവസമാണുള്ളത്. സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനോട് കൂടിയാണ് എൻട്രി കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നെക്സ്റ്റ് കാവ്യ മിസ് എക്കണോമിക്സിന്റെ ഒരു ക്ലാസ്സുമായിട്ട് വരുന്നുണ്ട്. വെൽക്കം യു ആൾ ടു എൻട്രി ആപ്പ്. ഐ ആം കാവ്യ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പരീക്ഷ വന്നിട്ടുണ്ടല്ലേ, ഏതാണ്? റിസർച്ച് അസിസ്റ്റന്റ്. അപ്പൊ റിസർച്ച് അസിസ്റ്റന്റില് ഏറ്റവും കൂടുതൽ മോഡിഫിക്കേഷൻ വന്നിട്ടുള്ളത് നമ്മുടെ എക്കണോമിക്സിന്റെ ഏരിയയിലാണ്. എക്കണോമിക്സിൽ നമുക്കറിയാം, എക്കണോമിക്സ് ആയിട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഒരു മൊഡ്യൂൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എക്കണോമെട്രിക്സ് ഉണ്ട്,
എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് എക്കണോമിക്സിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എക്കണോമിക്സിന്റെ ഏരിയയിൽ തന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങളുടെ ആദ്യത്തെ യൂണിറ്റിൽ തന്നെ വരുന്ന ഒരു ഏരിയ ആണ് നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്തായാലും നമുക്ക് നാഷണൽ ഇൻകത്തിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഈ നാഷണൽ ഇൻകത്തിന്റെ ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഏകദേശം അറിയാം 12-16ഓളം ഇക്വേഷൻസ് ആണ് ജനറലി നാഷണൽ ഇൻകത്തിൽ ഉള്ളത്. അപ്പം ഇത്ര ഇക്വേഷൻ ഒക്കെ പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഹെക്ടിക് ആയിട്ടുള്ള കാര്യമല്ലേ. കാരണം നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക് ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇന്ന് ഒരുമിച്ച് നാഷണൽ ഇൻകത്തിന്റെ കുറച്ച് ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് എങ്ങനെ ഈ 16 ഇക്വേഷൻ അല്ലെങ്കിൽ 12 ഇക്വേഷൻ നമുക്ക് പഠിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ തുടങ്ങാം അല്ലെ? ഓക്കെ, നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ. അപ്പൊ ആദ്യം നമുക്ക് നാഷണൽ ഇൻകം എന്താണെന്ന് പഠിക്കാം, എന്നിട്ട് നമുക്ക് അതിന്റെ ട്രിക്കിലേക്ക് കടക്കാം അല്ലെ. നാഷണൽ ഇൻകം is the total value of all final services and goods produced in an economy during a specified period of time. ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡില് ഒരു പെർട്ടിക്കുലർ എക്കണോമിയില്, ഇപ്പൊ ഇന്ത്യൻ എക്കോണമി ആണെങ്കിൽ ഇന്ത്യൻ എക്കോണമിയില് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ സമ്മേഷൻ അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടാലിറ്റിയാണ് നമ്മൾ എന്തായി വിളിക്കുന്നത്? നാഷണൽ ഇൻകം എന്ന് വിളിക്കുന്നത്. നാഷണൽ ഇൻകത്തിന്റെ മലയാളം എന്താ? ദേശീയ വരുമാനം എന്നാണ് അല്ലെ. ഒരു ദേശത്തിന്റെ അല്ലെ ഒരു രാജ്യത്തിന്റെ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഒരു രാജ്യത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ്. നമുക്കറിയാം ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അല്ലെ, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻകം കിട്ടും, ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻകം അങ്ങോട്ടേക്ക് പേയ്മെന്റ് അങ്ങോട്ടേക്ക് നടത്തണം. അതുപോലെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് സേവനങ്ങൾ അല്ലെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഒരു രാജ്യത്ത് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡില് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇൻകർ ചെയ്യുന്ന എല്ലാ ഗുഡ്സും സർവീസസിനെയുമാണ് ഫ്രണ്ട്സ് എന്തായി വിളിക്കുന്നത്? നാഷണൽ ഇൻകം എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ നാഷണൽ ഇൻകത്തിനെ കുറിച്ച് ഒരുപാട് പേര് ഒരുപാട് തരത്തിലുള്ള ഡെഫിനീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനീഷൻ ആണ് മാർഷലിന്റെ ഡെഫിനീഷൻ. മാർഷൽ ഡിഫൈൻസ് നാഷണൽ ഇൻകം ഓർ നാഷണൽ ഡിവിഡൻഡ് ആസ് ദ ലേബർ ആൻഡ് ക്യാപിറ്റൽ ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൽ എത്ര തൊഴിലാളികളുണ്ട്, എത്രയാണ് ക്യാപിറ്റൽ ഉള്ളത്, മൂലധനം അല്ലെ, എത്ര ക്യാപിറ്റൽ ആണ് ഉള്ളത്. ക്യാപിറ്റൽ ഇൻ ദ സെൻസ് മെഷീൻസും ആവാട്ടോ, ക്യാപിറ്റൽ ഗുഡ്സ് എന്നും നമുക്ക് പറയാം. എത്രയാണോ ഉള്ളത് അതിന്റെ ഒരു സമ്മേഷനെയാണ്, ഒരു ടോട്ടാലിറ്റിയാണ് എന്തായി വിളിക്കുന്നത്? നാഷണൽ ഇൻകം എന്നുള്ളതായിട്ട് വിളിക്കുന്നത്. അപ്പൊ നാഷണൽ ഇൻകം അല്ലെങ്കിൽ നാഷണൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം ലേബർ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസോഴ്സസിനെയാണ് നാഷണൽ ഇൻകം ആയിട്ട് ആര് ഡിഫൈൻ ചെയ്യുന്നത്? മാർഷല് ഡിഫൈൻ ചെയ്യുന്നത്. അടുത്ത വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് പിഗു. കാരണം നാഷണൽ ഇൻകം എസ്റ്റിമേഷനിൽ തന്നെ അല്ലെങ്കിൽ നാഷണൽ ഇൻകം കോൺസെപ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭാവന നടത്തിയ ഒരു വ്യക്തിയാണ് അല്ലെ ഫ്രണ്ട്സ് AC പിഗു എന്ന് പറയുന്നത്. സോ AC പിഗുവിന്റെ വെർഷൻ എങ്ങനെയാ? നാഷണൽ ഇൻകം ഇസ് ദാറ്റ് പാർട്ട് ഓഫ് ദ ഒബ്ജക്റ്റീവ് ഇൻകം ഇൻ മണി. അപ്പൊ പിഗുവിന്റെ ഡെഫിനേഷൻ എന്താ? നാഷണൽ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് എബ്രോഡിൽ നിന്നും ദൂരദേശത്ത് പോയിട്ട് ജോലി ചെയ്യാണ്, അവര് നമുക്ക് എന്ത് ചെയ്യും? പൈസ അയച്ചു തരും അല്ലെ. അതിനെയാണ് നമ്മള് ഇൻകം ഡെറൈവ്ഡ് ഫ്രം അബ്രോഡ് എന്ന് പറയുന്നത്. അതായത് ദൂരദേശത്ത് നിന്നും നമുക്ക് ഇങ്ങോട്ടേക്ക് റെമ്യൂണറേഷൻ ലഭിക്കുകയാണ് അല്ലെ. അതിനെയാണ് എന്തായി വിളിക്കുന്നത്? നാഷണൽ ഇൻകം എന്ന് ആര് വിളിക്കുന്നത്? AC പിഗു വിളിക്കുന്നത്. അടുത്തത് ഫ്രോയന്റെ ഡെഫിനിഷൻ. National income is the sum of all factor earnings from current production of goods and services. അതായത് നമ്മളുടെ രാജ്യത്ത് ഇപ്പോൾ, അതായത് 2023 അല്ലെ 2024 അല്ലെ 2025 പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ, മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന കമോഡിറ്റീസ്, മൊത്തം ചെയ്യുന്ന സേവനങ്ങള്, ഇതിന്റെയൊക്കെ ഒരു സമ്മേഷനെ ആയിട്ടാണ്
നാഷണൽ ഇൻകത്തെ ആര് നോക്കി കാണുന്നത്? ഫ്രോയൻ നോക്കി കാണുന്നത്. മോഡേൺ ഡെഫിനീഷനിലേക്ക് കടക്കുവാണെങ്കിൽ മോഡേൺ ഡെഫിനീഷനിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ മോഡേൺ ഡെഫിനീഷൻ പോസ്റ്റുലേറ്റ് ചെയ്തത് ലിപ്സി ആൻഡ് ക്രിസ്റ്റൽ ആണ്. അവർ പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ നേഷൻസ് ടോട്ടൽ ഔട്ട്പുട്ട് ആൻഡ് ദ വാല്യൂ ഓഫ് ഇൻകം ജനറേറ്റഡ് ബൈ ദ പ്രൊഡക്ഷൻ ഓഫ് ദാറ്റ് ഔട്ട്പുട്ട്. ഒരു രാജ്യത്തിന്റെ മൊത്തം ഔട്ട്പുട്ട്, അതുപോലെ തന്നെ എത്രയാണ് ഇൻകം ഉണ്ടാകുന്നത്, വരുമാനം ഉണ്ടാവുന്നത്, ഇതിന്റെ ഒക്കെ ഒരു ടോട്ടലിനെയാണ് എന്തായിട്ട് വിളിക്കുന്നത്? നാഷണൽ ഇൻകം ആയിട്ട് ലിപ്സി ആൻഡ് ക്രിസ്റ്റല് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ് ഗാർഡ്നർ അക്ലേയുടെ ഡെഫിനേഷൻ. ഗാർഡ്നർ അക്ലേ പറയുന്നത് ഒരു പെർട്ടിക്കുലർ രാജ്യത്തിലെ വേജസ്, സാലറീസ്, കമ്മീഷൻസ്, ബോണസ്, നെറ്റ് ഇൻകം ഫ്രം റെന്റൽ, റോയാലിറ്റി, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഇതിന്റെ എല്ലാം ഒരു സബ്മേഷനെ ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു സമ്മിനെയാണ് നാഷണൽ ഇൻകം ആയിട്ട് ആര് പറയുന്നത്? ഗാർഡ്നർ അക്ലേ പറയുന്നത്. അപ്പൊ ഓർത്തെ ഫ്രണ്ട്സ്, ഒന്നുകൂടെ നമുക്ക് നോക്കാം. നമ്മളുടെ രാജ്യത്തെ ലേബർ ആൻഡ് ക്യാപിറ്റലിന്റെ സബ്മേഷനെ നാഷണൽ ഇൻകം ആയി കൺസിഡർ ചെയ്യുന്നത് ആരാണ്? മാർഷൽ ആണ് അല്ലെ? നിങ്ങള് ഒപ്പം തന്നെ കൂടെ നമ്മളെ വീഡിയോടൊപ്പം തന്നെ പറയാനായിട്ട് ശ്രമിക്കുക. കാരണം ഇപ്പം തന്നെ നമ്മൾ പഠിക്കും, ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അപ്പം തന്നെ നമ്മൾ പഠിക്കുമെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെ പഠിച്ചെടുക്കുക. ഇനി ഒരു രാജ്യത്തിന്റെ നമ്മളുടെ എബ്രോഡിൽ നിന്നും റിസീവ് ചെയ്യുന്ന ആ ഒരു മണിക്ക് കോൺസെപ്റ്റ് കൊടുത്തുകൊണ്ട്, ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നാഷണൽ ഇൻകത്തെ കുറിച്ച് പരാമർശിക്കുന്നതെങ്കിൽ അത് ആരുടെ ഡെഫിനീഷൻ ആണ്? പിഗുയുടെ ഡെഫിനീഷൻ ആണ്. ഫ്രോയൻ പറയുന്നത് എന്താണ്? കറന്റ് ഇയറിലെ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ സബ്മേഷനെയാണ് നാഷണൽ ഇൻകം ആയി പറയുന്നത്. മോഡേൺ ഡെഫിനീഷനില് ലിപ്സി ആൻഡ് ക്രിസ്റ്റലിന്റെ പോസ്റ്റുലേഷനില് ഒരു രാജ്യത്തിന്റെ ടോട്ടൽ ഔട്ട്പുട്ടിനെയും ഇൻകത്തിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നാൽ ഗാർഡ്നർ അക്ലേ വേജ്, അതുപോലെ റെന്റ് ആൻഡ് റോയാലിറ്റി, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഇത്രയും കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കുക. അപ്പൊ നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഡീൽ ചെയ്യാം. ആദ്യമായി ജനറലി എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഫസ്റ്റ് അറ്റംപ്റ്റ് നാഷണൽ ഇൻകത്തിന്റെ എസ്റ്റിമേഷൻ ആരാണ് നടത്തിയത്? ദാദാബായ് നവറോജി ആണ്. 1867 to 68 ടൈം പീരീഡിലാണ് ആദ്യത്തെ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്തത്. എന്നാൽ ഒരു സയന്റിഫിക് അപ്രോച്ച് സാധാരണ രീതിയിൽ ചെയ്തത് ആരാണ്? ദാദാബായ് നവറോജിയാണ്. 1867 to 1868 ആയിരുന്നു ആ പീരീഡ്. എന്നാൽ സയന്റിഫിക് ആയിട്ട് ഈ നാഷണൽ ഇൻകം അപ്രോച്ച് അല്ലെങ്കിൽ നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ചെയ്തത് VKRV റാവു ആണ്. 1931-32 കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സയന്റിഫിക് അപ്രോച്ച് നടന്നത്. അപ്പൊ ഓർക്കുക ഫ്രണ്ട്സ്, ദാദാബായ് നവറോജിയാണ് ആദ്യത്തെ അറ്റംപ്റ്റ് നടത്തിയത്. ഏത് വർഷമാണ്? 1867 to 68 കാലഘട്ടത്തിലാണ്. എന്നാൽ സയന്റിഫിക് ആയിട്ടുള്ള എസ്റ്റിമേഷൻ നടത്തിയത് ആരാണ്? VKRV റാവു ആണ്. 1931-32 കാലഘട്ടത്തിലാണ് അല്ലെ? ഇനിയാണ് നമ്മുടെ എസ്റ്റിമേഷനിലേക്ക് കടക്കുന്നത്. നോക്കിക്കേ, GDPMP, GDPFC, NDPMP, NDPFC, NNPFC, GNPMP, NNPMP, GNPFC, ഇങ്ങനെ മുതലായ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? അപ്പൊ നമുക്കൊരു ട്രിക്ക് പഠിച്ചു നോക്കിയാലോ? പഠിക്കാം. എന്റെ കൂടെ എഴുതാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും കൂടെ നല്ല ആക്റ്റീവ് ആയിരിക്കുമ്പോൾ നമ്മുടെ സെഷൻ നന്നായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വീഡിയോടൊപ്പം തന്നെ നിങ്ങളും ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഞാൻ എഴുതുന്ന പോലെ തന്നെ എഴുതുക. GN is equal to DE. GN is equal to DE. DO NA, രണ്ട് ഡിയും രണ്ട് എന്നും ഉള്ളത് കൊണ്ട് കൺഫ്യൂഷൻ ആകണ്ട എന്ന് വെച്ചിട്ടാണ് DO NA DE എന്നൊക്കെ ഇടുന്നത്. is equal to NFIA. MF is equal to NIT. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോബ്ലവും ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് അറിയാലേ ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇങ്ങനെ ഒരുപാട് മെത്തേഡുകൾ നാഷണൽ ഇൻകത്തിൽ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഏത് മെത്തേഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈസിയായി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഇനി ജിയുടെ മുകളിൽ ഒരു ട്രിക്ക് ഇടുക, എൻഎയുടെ മുകളിൽ ടിക്ക് ഇടുക, എമ്മിന്റെ മുകളിൽ ടിക്ക് ഇടുക. ഇനി നമുക്ക് ഇതെല്ലാം എന്താണെന്ന് നോക്കാം. ജി എന്ന് പറഞ്ഞാൽ ഗ്രോസ്, ജി എന്ന് പറഞ്ഞാൽ ഗ്രോസ്. എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ്. ജി എന്ന് പറഞ്ഞാൽ ഗ്രോസ്,
N എന്ന് പറഞ്ഞാൽ നെറ്റ്, ഡി എന്ന് പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ വേറൊരു പേരുണ്ടല്ലേ, എന്താ പേര്? കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ഇനി ഡിഒ ഡൊമസ്റ്റിക്, ഡിഒ ഡൊമസ്റ്റിക്. NA എന്ന് പറഞ്ഞാൽ നാഷണൽ, NA എന്ന് പറഞ്ഞാൽ നാഷണൽ. NFIA, NFIA എന്ന് പറഞ്ഞാൽ നെറ്റ് ഫാക്ടർ ഇൻകം, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം ഓർ ടു അബ്രോഡ്, ഫ്രം ഓർ ടു അബ്രോഡ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതുമാകാം, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നതുമാകാം. M എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ്, M എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ്. F എന്ന് പറഞ്ഞാൽ ഫാക്ടർ കോസ്റ്റ്, F എന്ന് പറഞ്ഞാൽ ഫാക്ടർ കോസ്റ്റ്. NIT എന്ന് പറയുന്നത് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സും കണ്ടുപിടിക്കാൻ വഴിയുണ്ട് കേട്ടോ. എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി, ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി. അപ്പൊ ഒന്നുകൂടെ പറയാം ടീച്ചർ. G പറഞ്ഞാൽ ഗ്രോസ്, N പറഞ്ഞാൽ നെറ്റ്, DE പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ, DO പറഞ്ഞാൽ ഡൊമസ്റ്റിക്, NA പറഞ്ഞാൽ നാഷണൽ, NFIA പറഞ്ഞാൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം ഓർ ടു അബ്രോഡ്, M എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ്, F എന്ന് പറഞ്ഞാൽ ഫാക്ടർ കോസ്റ്റ്, NIT എന്ന് പറഞ്ഞാൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. കണ്ടുപിടിക്കാനുള്ള വഴി ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി. അപ്പൊ ഞാൻ ഇതൊന്ന് വായിക്കുകയാണ്, ബിക്കോസ് നമുക്ക് ആവശ്യമുള്ളത് ഈ മൂന്ന് വ്യക്തികളെ കുറിച്ചാണ്. അപ്പൊ ഇതിന്റെ എക്സ്പാൻഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് നമ്മുടെ ഡെഫിനീഷനിൽ അല്ലെങ്കിൽ നമ്മുടെ അപ്ലിക്കേഷണൽ ഏരിയയിലേക്ക് വരുന്നത് എന്നൊന്ന് നമുക്ക് നോക്കിക്കളയാം. അപ്പൊ ആദ്യം നമുക്ക് പഠിക്കാനായിട്ടുള്ളത് GDP MPയെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഡെഫിനീഷനിലേക്ക് പോയാൽ എന്താണ് GDP MP? GDP MP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം ഗുഡ്സ് ആൻഡ് സർവീസസിനെയാണ് ബേസിക്കലി എന്തായിട്ട് പറയുന്നത്? GDP എന്ന് പറയുന്നത് അല്ലെ. GDP is a money value of all final goods and services generated by all manufacturing units located on a country's domestic territory. രാജ്യമാണോ? അല്ല, ഡൊമസ്റ്റിക് ടെറിട്ടറിയിലെ ഒരു ഡൊമസ്റ്റിക്, ഇപ്പം നമ്മളുടെ ഏരിയ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഒരു സമ്മേഷനെയാണ്, ഒരു ടോട്ടാലിറ്റിനെയാണ് നമ്മൾ ബേസിക്കലി എന്തായി പറയുന്നത്? ഈ ഒരു GDP MP അല്ലെങ്കിൽ GDP ഇൻ ദ സെൻസ് നമ്മൾ പറയുന്നത്. അപ്പൊ GDPനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായി സാധിക്കും? സപ്പോസ് നിങ്ങൾക്ക് GDP MP ആണ് കണ്ടുപിടിക്കേണ്ടത്, GDP MP ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിപ്പം ഇക്വേഷൻസ് എഴുതാനായി ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് GDP FC ആണ് തന്നതെന്ന് പ്രതീക്ഷിക്കാം. GDP FC ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം. ഇത് ഒന്നാമത്തെ ട്രിക്ക്, രണ്ടാമത്തെ ട്രിക്ക്, മൂന്നാമത്തെ ട്രിക്ക്. ഇവയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവരെ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും, സയൻസ് ക്ലാസ്സിലൊക്കെ ഇക്വേഷൻ ഈക്വലൈസ് ചെയ്യുക പറഞ്ഞല്ലേ, അതുപോലെ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സ് ആണ് ഇവ. നോക്കിക്കേ, ഇനി ആൽഫബറ്റുകൾ കമ്പയർ ചെയ്യാം. ഇവിടെ G, ഇവിടെ G, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ ആൽഫബറ്റില്? ഇല്ല. ഇവിടെ D, ഇവിടെ D, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ ആൽഫബറ്റില്? ഇല്ല. ഇവിടെ P, ഇവിടെ P, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ ആൽഫബറ്റില്? ഇല്ല. പക്ഷെ M, F രണ്ടും രണ്ട് ആൽഫബറ്റ് ആണല്ലേ. M ഉം F ഉം വരുന്നത് ഏത് ഇക്വേഷനാ? മൂന്നാമത്തെ ഇക്വേഷൻ അല്ലെ, മൂന്നാമത്തെ ഇക്വേഷൻ ആണ്. അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ ഏതാണ്? NIT ആണ് അല്ലെ. അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ ഏതാണ്? NIT. അപ്പൊ ഞാൻ അതൊന്ന് എടുത്ത് അവിടെ എഴുതി. ഇനി നോക്കുക, ഏതിന്റെ മുകളിലാണ് ടിക്ക് വരുന്നത്? എമ്മിന്റെ മുകളിലാണ് ടിക്ക്. അതായത് M ഉം F ഉം കമ്പയർ ചെയ്യുമ്പോൾ അവിടെ വലിയത് ആരാണ്? M ഉം F ഉം കമ്പയർ ചെയ്യുമ്പോൾ M ആണ് വലുത്. M ഉം F ഉം കമ്പയർ ചെയ്യുമ്പോൾ M ആണ് വലുത്. M എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ്. എന്താ മാർക്കറ്റ് പ്രൈസ്? ഒരു കമോഡിറ്റി മാർക്കറ്റില് നമ്മൾ കൊണ്ടുവരും അല്ലെ. ഇപ്പൊ പെന്ന്, ഈ പെന്ന് മാർക്കറ്റ് കൊണ്ടുവരുമ്പോ 10 രൂപ. ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പെന്ന് ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഓരോ ഏരിയയിലും ചേഞ്ചസ് വന്നിട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ എമൗണ്ട് ഇൻകർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അതിന് ആ ഫാക്ടർ കോസ്റ്റ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, അങ്ങനെ ഓരോ ഏരിയയിലും വരുന്ന കോസ്റ്റ് ആണ് ഫാക്ടർ കോസ്റ്റ്.
പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ സപ്പോസ് നമുക്ക് ചെലവായത് ഈ ഓരോ ഫാക്ടറിനും പൈസ ആയത് 100 രൂപയാണെങ്കിൽ മാർക്കറ്റിൽ ഇറക്കുമ്പോൾ നമ്മുടെ സെല്ലർ ഒരു 10 രൂപ ലാഭത്തിലല്ലേ വിൽക്കുള്ളൂ, ആണല്ലേ? അതുകൊണ്ടാണ് മാർക്കറ്റ് പ്രൈസ് കൂടുതലായി നിൽക്കുന്നത്. NA പറഞ്ഞാൽ നാഷണൽ, നമ്മളെ നേഷൻ വേറെ, ഡൊമസ്റ്റിക് ടെറിട്ടറി വേറെ അല്ലേ? ഇപ്പൊ കേരള ഡൊമസ്റ്റിക് ആയി പറയാം, ഇന്ത്യയാണ് നേഷൻ. അപ്പൊ ഇന്ത്യയല്ലേ വലുത്, അതുകൊണ്ടാണ് NAയുടെ മുകളിൽ ടിക്കട്ടത്. ഗ്രോസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു ഫാക്ടറും ഇല്ലാതെ മൊത്തത്തിലുള്ള കാര്യത്തെയാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ എന്നൊക്കെ പറയാറില്ലേ, അവിടെ ഉദ്ദേശിക്കുന്നത്. നെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ എന്താണ്, അവിടെ ഡിപ്രിസിയേഷന്റെ ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ M ആണ് വലുത് അല്ലെ? വലുതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇവിടെ പ്ലസ് ഇട്ട് കൊടുക്കുക. വലുതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അവിടെ പ്ലസ് ഇട്ട് കൊടുക്കുക. ഇനി സപ്പോസ് നമുക്ക് ഒരു ഇതുപോലെ ഏത് ഇക്വേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. GDP MP ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടീച്ചർ ഇതൊന്ന് വായിക്കാം. സപ്പോസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് GDP MP ആണ്. നമുക്ക് തന്നിരിക്കുന്നത് NDP MP ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏത് ആൽഫബറ്റ് ആണ് വ്യത്യസ്തമായി കിടക്കുന്നത്? ജിയും എന്നുമാണ് വ്യത്യസ്തമായി കിടക്കുന്നത് അല്ലെ? അപ്പൊ ജിയും എന്നും വരുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ D അഥവാ ഡിപ്രിസിയേഷൻ ആണ്. അപ്പൊ G ഉണ്ട്, N ഉണ്ട് അല്ലെ? വലുതാണോ ചെറുതാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? G പറഞ്ഞാൽ വലുത്, വലുതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? വലുതാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലസ് ഇട്ട് കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഫ്രണ്ട്സ് ജനറലി നമ്മൾ ഇക്വേഷൻസ് എഴുതുന്നത്. എന്തെങ്കിലും പഠിക്കേണ്ട ആവശ്യമുണ്ടോ? കണ്ടുപിടിക്കേണ്ടത് അവർ തന്നെ നമുക്ക് തന്നിരിക്കും ഓരോ ചോദ്യങ്ങളിലും. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻസ് ഫോർമുലേറ്റ് ചെയ്താൽ മതി. ഇനി എന്താണ് GDP-FC? GDP-FC എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം ഗുഡ്സ് ആൻഡ് സർവീസസിനെ ഫാക്ടർ കോസ്റ്റ്, അതായത് ഓരോ ഗുഡ്സ്, ഇപ്പൊ ഈ ഗുഡ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പെൻ ഉണ്ടാക്കാൻ നമുക്ക് ലേബേഴ്സിന് എത്ര കൊടുക്കേണ്ടി വന്നു, ലാൻഡിന് എത്ര ഇൻകർ ചെയ്യേണ്ടി വന്നു, നമുക്ക് പ്രോഫിറ്റ് ഈ ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ ലേബേഴ്സിന് എത്ര കൊടുക്കേണ്ടി വന്നു, ലാൻഡിന് റെന്റായി എത്ര കൊടുക്കേണ്ടി വന്നു, അങ്ങനെ ഈ ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റേജസിലും എത്ര ഇൻകർ ചെയ്തു, അങ്ങനെ എത്ര ഫാക്ടേഴ്സിന് നമ്മൾ എത്ര പേയ്മെന്റ് നടത്തി, അതിനെയാണ് ഫ്രണ്ട്സ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? GDP-FC എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇനി GDP-FCയുടെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കിയാലോ? എഴുതി നോക്കാം. GDP-FC സപ്പോസ് നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് GDP-MP-യിൽ നിന്നുമാണ് കണ്ടുപിടിക്കാനായി പറയുന്നതെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കുക. GDP-FC, GDP-MP ഇതിലേതാണ് വ്യത്യാസം വരുന്നത്? എഫും എമ്മും ആണ് വ്യത്യാസം വന്നത് അല്ലെ? എഫും എമ്മും. അപ്പൊ മൂന്നാമത്തെ ഇക്വേഷൻ ആണ്. എന്താണ് അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ? NIT. ഇനി പറഞ്ഞേ, ഈ ഈക്വൽ ടു ഇപ്പുറത്ത് കിടക്കുന്നതല്ലേ കണ്ടുപിടിക്കേണ്ടത്? എഫ് ആണോ വലുത്, എം ആണോ വലുത്? എമ്മിന്റെ മുകളിലല്ലേ ടിക്ക് കിടക്കുന്നത്, അതിനർത്ഥം എം ആണ് വലുത് അല്ലെ? അപ്പൊ കണ്ടുപിടിക്കേണ്ടത് നമുക്കിവിടെ ചെറുതല്ലേ? എഫ് ചെറുതല്ലേ? ചെറുതാണല്ലേ? ചെറുതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കുക. ചെറുതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതേ സംഭവം തന്നെ വേറെ ഒരു ഇക്വേഷനും കൂടെ ഇട്ടൊന്ന് പരിശോധിക്കാം. ഏത് ഇക്വേഷൻ ആയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒരുപാട് ഇക്വേഷൻ സ്വന്തമായി ഇരുന്ന് കണ്ടുപിടിക്കാനായി ശ്രമിക്കുക. വളരെ ഈസി ആയി നിങ്ങൾക്ക് ചെയ്യാനായി സാധിക്കും. സപ്പോസ് NDP-FC ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ വ്യത്യാസം വന്നത് ജിയും എന്നും ആണ് അല്ലെ? ജിയും എന്നും വരുമ്പോൾ എന്താണ്? ജിയും എന്നും വരുമ്പോൾ ഡിപ്രിസിയേഷൻ. ചിന്തിച്ചേ, ജി ആണോ വലുത്, എൻ ആണോ വലുത്? ജി ആണ് വലുത്, ജിയുടെ മുകളിലാണ് അല്ലെ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വലുതാണ്. അപ്പോൾ ഇവിടെ പ്ലസ് ഇട്ട് കൊടുത്തു. കണ്ടോ, ഒന്നും നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണ്ട, കാരണം നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് അവർ പറഞ്ഞിട്ടുണ്ടാകും. അതുപോലെ കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷനിൽ നിന്നാണെന്നും അവർ തന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്തില്ല, യാതൊരു ഡിഫിക്കൽറ്റിയും ഇല്ല. ഇനി അടുത്ത ഒന്നാണ് NDP-MP. എന്താണ്? ഇറ്റ് ഇസ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. ഇറ്റ് ഇസ് ദ ഡിപ്രിസിയേഷൻ ഫ്രീ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രീസ് ഡൊമസ്റ്റിക് ഏരിയ വിത്ത് എ ഇയർ. അതായത് നമ്മുടെ ഡൊമസ്റ്റിക് ഏരിയയില്
കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം ഗുഡ്സ് ആൻഡ് സർവീസസ്, അവിടെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ഒരു കോമ്പോണന്റ് വരുന്നുണ്ട് അല്ലെ. യെസ്, അതിനെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരു പ്രപ്പോർഷനെയാണ് ജനറലി എന്തായിട്ട് പറയുന്നത്, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് അതിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കിയാലോ. NDP-MP. സപ്പോസ് നമ്മളോട് നമുക്ക് GDP-MP തന്നിരിക്കുന്നു എന്ന് വിചാരിക്കാം. GDP-MP തന്നിരിക്കുന്നു എന്ന് വിചാരിക്കാം. നോക്കിക്കേ, ഇവിടെ ഏത് ആൽഫബറ്റ് ആണ് വ്യത്യസ്തമാകുന്നത്? N-ഉം G-യുമാണ് വ്യത്യസ്തമാകുന്നത്. അപ്പൊ N-ഉം G-യും ഏതാണ്? ഫസ്റ്റ് ട്രിക്ക് ആണ്. അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ ഏതാ? DE അഥവാ ഡിപ്രിസിയേഷൻ. വലുതാണോ കണ്ടുപിടിക്കേണ്ടത്, ചെറുതാണോ കണ്ടുപിടിക്കേണ്ടത്? G-യും N-ഉം വരുമ്പം G-യുടെ മുകളിലാണ് ട്രിക്ക് അല്ലെ, അതായത് G ആണ് വലുത്. അപ്പൊ നോക്കിക്കേ ഫ്രണ്ട്സ്, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചെറുതാണ് അല്ലെ. ചെറുതാകുമ്പോൾ മൈനസ് ഡിപ്രിസിയേഷൻ. ഇനി മറ്റൊന്ന് നോക്കാം. NDP-MP ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സപ്പോസ് നമുക്ക് NNP-FC ആണ് തന്നിരിക്കുന്നത് എന്ന് വിചാരിക്കാം. ഇത് കുറച്ച് കോംപ്ലക്സ് ആയി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് ഞാൻ ഇറേസ് ചെയ്യാം. ഇറേസ് ചെയ്തതിന് ശേഷം ചെയ്യാം. ഒന്ന് നോക്കിക്കേ ഫ്രണ്ട്സ്, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് NDP-MP ആണ്. നമുക്ക് തന്നിരിക്കുന്നത് സപ്പോസ് NNP-FC ആണെന്ന് കരുതുക. അപ്പൊ ഡിയും എന്നും വരുന്ന സമയത്ത് നമുക്കറിയാം ഏതാണ്? ഡൊമസ്റ്റിക്കും നാഷണലും. ഈ നടുവിലാണ് രണ്ടാമത്തെ ലെറ്റർ ആയി വന്നാൽ അത് ഡൊമസ്റ്റിക്കും നാഷണൽ എന്നാണ് അർത്ഥം. ആദ്യത്തേതാണെങ്കിൽ നമുക്ക് ഗ്രോസ് നെറ്റ് എന്നാണ് അർത്ഥം. ഡിയും എന്നും വരുമ്പോൾ NFIA ആണ് അല്ലെ. NFIA. അതിൽ ടൂം ഫ്രം ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് കേട്ടോ, നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നോക്കിക്കേ, ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡി ആണ്. ഡി ചെറുതല്ലേ? ഡിയും എന്നുമായി കമ്പയർ ചെയ്യുമ്പോൾ N ആണ് വലുത് അല്ലെ. ഡി ചെറുതാണ്. ഡി ചെറുതാകുമ്പോൾ നമ്മൾ മൈനസ് ഇട്ട് കൊടുത്തു. ഡി ചെറുതാണ്. ഡി ചെറുതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ഇട്ട് കൊടുത്തു. ഇനി MP-FC വരുമ്പോ M വലുതാണ് അല്ലെ. ഏതാ അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ? NIT. അപ്പൊ പ്ലസ് NIT എന്ന് ഇട്ട് കൊടുത്തു. അപ്പൊ ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സും നിങ്ങൾക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് NDP-FC. NDP-FC എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ദ ഫാക്ടർ ഇൻകം റിസീവ്ഡ് ബൈ ദ ഓണർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്രൊവൈഡിംഗ് ഫാക്ടർ സർവീസ് ഇൻ ഡൊമസ്റ്റിക് ടെറിട്ടറി ത്രൂ ഔട്ട് ദ ഇയർ. അതായത് ഫാക്ടർ സർവീസുകള് നമ്മളുടെ എക്കോണമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് മുഖാന്തരം ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറിയില് ഇൻകർ ചെയ്യുന്ന ഇൻകത്തിനെയാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. NDP-FC, NDP-MP-യിൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് വേണം കണ്ടുപിടിക്കാം കേട്ടോ. എഫും എമ്മും ആണ് വ്യത്യാസം വരുന്നത് അല്ലെ. എഫും എമ്മും ആകുമ്പോൾ മൂന്നാമത്തത് ഏതാണ്? NIT ആണ് അഡ്ജസ്റ്റ്മെന്റ്. എഫ് ആണോ എം ആണോ വലുത്? എഫ് കുഞ്ഞിയാണ് അല്ലെ. കുഞ്ഞി കണ്ടുപിടിക്കുമ്പോൾ മൈനസ് ചെയ്യുക. ഇപ്പൊ കുറച്ചുകൂടിയൊക്കെ ഈസി ആയി എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയാണ് ജനറലി എല്ലാ ഇക്വേഷൻസും നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇനി എന്താണ് NNP-FC? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് അഥവാ നാഷണൽ ഇൻകം. നമ്മുടെ രാജ്യത്തുള്ള മൊത്തം റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, വേജ് ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന ഇൻകത്തിനെയാണ് ജനറലി നമ്മൾ എന്തായി പറയുന്നത്? നമ്മുടെ നാഷണൽ ഇൻകം എന്നുള്ളതായിട്ട് പറയുന്നത്. നാഷണൽ ഇൻകത്തെ നമ്മൾ എന്തായിട്ടും പറയാറുണ്ട്? NNP-FC. ഓർത്ത് വെക്കുക, നാഷണൽ ഇൻകത്തിനെ NNP-FC എന്നും പറയാറുണ്ട്. അടുത്തത് GNP-MP. GNP-MP പറഞ്ഞാൽ എന്താ? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. ഇറ്റ് ഇസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് generated by a country's normal citizen throughout an economic or accounting year. ഒരു നേഷനില് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് ഡൊമസ്റ്റിക്കലി ആവാം ആസ് എ ഹോളും ആവാം, പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം ഗുഡ്സ് ആൻഡ് സർവീസസുകളെയാണ് നമ്മൾ ജനറലി എന്തായിട്ട് പറയുന്നത്? GNP. GDP പറഞ്ഞാൽ എന്താ? ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറി. GNP എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തം ഒരു നേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും നമുക്ക് കണ്ടുപിടിക്കാം. GNP-MP കണ്ടുപിടിക്കാൻ പറയുന്നു.
സപ്പോസ് നമുക്ക് GNPFC ആണ് തന്നിട്ടുള്ളത്. എമ്മും എഫും അല്ലെ, നോക്കിക്കേ ഫ്രണ്ട്സ്, എമ്മും എഫും വരുമ്പോ ഏതാണ്? NIT ആണ്. എം ആണ് വലുത് വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ NIT എഴുതി, എം ആണ് വലുത്. ഇപ്പൊ വലുതല്ലേ കണ്ടുപിടിക്കേണ്ടത്, അപ്പൊ പ്ലസ് ഇട്ട് കൊടുത്തു. കണ്ടോ, ഒന്നും നമ്മൾ ഓർക്കുന്നില്ല ആ 3 ഇക്വേഷൻസ് അല്ലാതെ. അടുത്തത് NNP-MP. എന്താണ് NNP-MP? ഇറ്റ് ഇസ് എ സം ഓഫ് ദ ഫാക്ടർ ഇൻകം ഏൺഡ് ബൈ നോർമൽ സിറ്റിസൺ ഓഫ് എ കൺട്രി ത്രൂ ഔട്ട് ആൻ അക്കൗണ്ടിങ് ഇയർ. ഒരു അക്കൗണ്ടിങ് ഇയറില് മൊത്തം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ്, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണ് അല്ലെ, ഇൻക്ലൂഡിംഗ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. നെറ്റ് ഇൻഡയറക്ട് ടാക്സും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം ഗുഡ്സ് ആൻഡ് സർവീസസിനെയാണ് നമ്മൾ ജനറലി എന്തായി പറയുന്നത്? NNP-MP എന്ന് പറയുന്നത്. NNP-MP എന്ന് പറഞ്ഞാൽ NNP-FC-യിൽ നിന്നുമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ NNP-FC എന്ന് പറയുമ്പോൾ എമ്മും എഫും തമ്മിലുള്ള റിലേഷൻ NIT ആണല്ലേ. എമ്മിന്റെ മുകളിലാണ് ടിക്ക്. അപ്പൊ എം ആണ് വലുത്. അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ NIT ആണ്, എം ആണ് വലുത്. അപ്പോൾ പ്ലസ് ഇട്ട് കൊടുക്കുന്നു. ഇപ്പോഴൊക്കെ ഈസി ആയി തോന്നുന്നില്ലേ ഫ്രണ്ട്സ്? യെസ്. അടുത്തത് GNPFC, അതായത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റഡ് ഫാക്ടർ കോസ്റ്റ്. ഇറ്റ് ഈസ് എ സം ഓഫ് എ കൺട്രീസ് നോർമൽ പീപ്പിൾസ് ഫാക്ടർ ഏർണിംഗ്സ് ഓവർ ദ കോഴ്സ് ഓഫ് ആൻ അക്കൗണ്ടിംഗ് ഇയർ പ്ലസ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി കൺസിഡർ ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടുള്ള ഒരു കമ്പ്യൂട്ടേഷനെയാണ് നമ്മളിവിടെ എന്തായി പറയുന്നത്? GNPFC എന്ന് പറയുന്നത്. ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ചെയ്യണം, ആഡ് ചെയ്യണം എന്നല്ല കേട്ടോ, കൺസിഡർ ചെയ്യുമെന്നാണ്. GNP-MP തരുന്നു. അപ്പൊ നമുക്കറിയാം എമ്മും എഫും അവിടെ എന്താണ്? NIT വരും. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ NIT കോൺസെപ്റ്റ് വരുന്ന സമയത്ത് എം ആണ് വലുത്. അപ്പോൾ ഇവിടെ എഫ് ചെറുതാണ്, അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ NIT ആണ്, എഫ് ചെറുതാണ്, -2. ഇനി നമുക്ക് GNPFC ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് NNP-FC ആണ് തന്നതെങ്കിൽ നോക്കിക്കേ, ജിയും എന്നും തമ്മിലുള്ള ബന്ധം ഡിപ്രിസിയേഷൻ ആണ്. ജി ആണ് വലുത്. ജി ആണ് വലുത് അല്ലേ, വലുതാണ് കണ്ടുപിടിക്കേണ്ടത്. അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ ഡിപ്രിസിയേഷൻ ആണ്, വലുതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ജിയും എന്നും വ്യത്യസ്ത, അപ്പൊ പ്ലസ് ഇട്ട് കൊടുത്തു. നോക്കിക്കേ, ഇതേപോലെയുള്ള ഇത്രയും ഇക്വേഷൻസ് യാതൊരു ഹെക്ടിക് ആയിട്ടുള്ള ടാസ്കും ഇല്ലാതെ തന്നെ നമ്മൾ പഠിച്ചെടുക്കുകയാണ് ചെയ്തത് അല്ലെ. ഐ ഹോപ്പ് എവറിങ് ഈസ് ക്ലിയർ. ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് 650. ഇപ്പൊ നമ്മളോട് ആദ്യം കണ്ടുപിടിക്കാനായി പറഞ്ഞിരിക്കുന്നത് NNP-MP ആണ്. ഓർക്കൂ ഫ്രണ്ട്സ്, NNP-MP ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ ചോദ്യത്തിൽ GNP-MP തന്നിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്ക് ആദ്യം ഏതൊരു ചോദ്യത്തിലേക്ക് പോകുമ്പോഴും ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി നമുക്ക് ട്രിക്ക് എഴുതി വെക്കാം. ജിയും എന്നും ഡി ആണ്, ഡിഒയും NAയും NFIA ആണ്, എമ്മും എഫും NIT ആണ്. ഇനി നമുക്ക് ടിക്കിടാം, GNA M ടിക്കിട്ടെ. ഇനി നമുക്ക് ഒരു ആൽഫബറ്റ് ആയി നോക്കാം. എന്നും ജിയും മാത്രമാണ് ഇവിടെ വ്യത്യസ്തമായി കിടക്കുന്നത്. എന്നും ജിയും വരുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ഏതാണ്? ടീച്ചറോടൊപ്പം പറഞ്ഞേ, ഡിപ്രിസിയേഷൻ ആണ് അല്ലെ. എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വലുതോ ചെറുതോ, അതായത് എന്നും ജിയും നോക്കുമ്പോൾ ഏതാണ് വലുത് ഫ്രണ്ട്സ്? ഏതിന്റെ മുകളിലാ ടിക്ക് കിടക്കുന്നത്? ജിയുടെ മുകളിലാണ് അല്ലെ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചെറുതാണ്. അപ്പോൾ മൈനസ് ഡിപ്രിസിയേഷൻ. നോക്കിക്കേ, നിങ്ങൾ ഓർത്തെടുത്തോ ഡെഫിനീഷൻ? ഇല്ല. GNP-MP 15,000 ആണ് വരുന്നത്, മൈനസ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ എത്രയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? 1000 ആണ് അല്ലെ. അപ്പൊ എത്രയാ? 14,000 rupees, 14,000 crore. എത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിച്ചു. അടുത്തത് നോക്കാം. അടുത്തത് എന്താ? NNP-FC. NNP-FC ഞാൻ NNP-MP-യിൽ നിന്നും കണ്ടുപിടിക്കുകയാണ്. നിങ്ങൾക്ക് ഏതെന്ന് വേണമെങ്കിലും കണ്ടുപിടിക്കാം കേട്ടോ. കുറച്ചുകൂടി ഇക്വേഷൻസ് കുറഞ്ഞിരിക്കുന്നതിൽ നിന്ന് കണ്ടുപിടിക്കുന്നതാണ് കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നത്. എഫും എമ്മും തമ്മിലുള്ള ബന്ധം NIT ആണ്. NIT ആണ് അല്ലെ. അപ്പൊ നോക്കിക്കേ, എഫും എമ്മും തമ്മിലുള്ള ബന്ധം NIT. ഇവിടെ എഫ് ആണോ വലുത്, എം ആണോ വലുത്? എം ആണ് വലുത് അല്ലെ. അപ്പൊ ചെറുതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി നോക്കിക്കേ, അപ്പൊ NNP-MP എത്രയാ? 14,000 മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? നെറ്റ് ഇൻഡയറക്ട് ടാക്സിന് പകരം
നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് സബ്സിഡി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലെ. ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന്ന് ഇത് കുറച്ചു. അപ്പൊ എനിക്ക് എത്ര കിട്ടി? 350 എന്ന് കിട്ടി. അപ്പം എന്ത് ചെയ്യുന്നു, ഞാൻ 14,000 നിന്നും 350 കുറയ്ക്കുന്നു. സോ ഉത്തരം 13,650. കണ്ടോ, ഈസി ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റിയില്ലേ? യൂണിറ്റുകൾ എഴുതണം, നിർബന്ധമാണ്. 13,650 crore ആണ് വരുന്നത്. അപ്പൊ ഞാൻ ആദ്യത്തതൊന്ന് മായ്ക്കുവാണ് അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇവിടെ ഇക്വേഷൻസ് ഒന്നും പഠിക്കുന്നില്ല അല്ലെ ഫ്രണ്ട്സ്, മറിച്ച് നമ്മൾ ആ 3 ട്രിക്കുകളിലേക്ക് പ്രാമുഖ്യം കൊടുക്കുകയാണ്. ആ 3 ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഉത്തരത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം NDP-FC. NDP-FC ഞാൻ NNP-MP-യിൽ നിന്നും കുറച്ചു മുമ്പ് കണ്ടുപിടിച്ച NNP-MP-യിൽ നിന്നും കണ്ടുപിടിക്കുകയാണ്. എഫും എമ്മും ആണ്. എഫും എമ്മും ആകുമ്പോൾ NIT ആണ് എന്റെ അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ. എനിക്ക് ചെറുതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, മൈനസ് തന്നെയാണ് ഇടുന്നത് അല്ലെ. ചെറുതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം NNP NDP ഇവിടെ ഒരു ചെറിയ ഇറർ വന്നു അല്ലെ. യെസ്, ഇത് മാത്രമല്ല നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്, വേറൊരു ഫാക്ടറും കൂടെ വരുന്നുണ്ട് അല്ലെ. എന്താണ്? NDP-FC ആണ്. അപ്പൊ നോക്കിക്കേ, എഫും എമ്മിന്റെ അഡ്ജസ്റ്റ്മെന്റ് എടുത്തു, കൂടാതെ ഡിയും എന്നും വരുന്നുണ്ട് അല്ലെ. ഡിയും എന്നും രണ്ടാമതായി വന്നാൽ ഡൊമസ്റ്റിക്കും നാഷണലും. അപ്പൊ നോക്കിക്കേ, ഡൊമസ്റ്റിക് ആവുമ്പം ചെറുതാ ഡൊമസ്റ്റിക്, നാഷണലാ വലുത്. അപ്പൊ മൈനസ് NFIA. ഓർത്തേ, ഡൊമസ്റ്റിക്കും നാഷണലും വരുമ്പോ അഡ്ജസ്റ്റ്മെന്റ് NFIA. ഡൊമസ്റ്റിക് ആണ് ചെറുത്, അതുകൊണ്ട് മൈനസ് NFIA. NNP-MP എന്ന് പറയുന്നത് എത്രയാണ്? 14,000 ആണ് കിട്ടിയിരിക്കുന്നത്. NNP-MP മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. എത്രയാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി 350 ആണ്. മൈനസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് 650. അപ്പൊ എത്ര വരും? നിങ്ങൾക്കിത് MP എന്നും കണ്ടുപിടിക്കാം കേട്ടോ, തെറ്റൊന്നുമില്ല. 14,000 മൈനസ് 350 മൈനസ് 650. അപ്പൊ നിങ്ങൾക്ക് ₹13,000 crore എന്ന് കിട്ടും. കണ്ടോ, നിങ്ങൾ എന്തെങ്കിലും ഫോർമുലകൾ പഠിക്കേണ്ടതായിട്ട് വന്നോ? ഇല്ല അല്ലെ. ട്രിക്കാണ് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്തത്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ GDP-MP. ഇത് ഞാൻ നിങ്ങളിലേക്ക് വിടുകയാണ്. നിങ്ങൾ എല്ലാരും വീഡിയോ കണ്ട് ട്രിക്ക് അപ്ലൈ ചെയ്ത് ഇതിന്റെ ആൻസർ പോസ്റ്റ് ചെയ്യണം. പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിന്റെ ആൻസർ ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിന്റെ 3 കാര്യങ്ങൾ പഠിച്ചുകൊണ്ടുള്ള 8-10 ട്രിക്കുകൾ, 8-10 ഇക്വേഷൻസ് ആണ്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.